ദർശു ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിന്റെ സായാന്തനത്തിൽ സ്നേഹിച്ചവരാൽ തള്ളപ്പെടുമ്പോൾ ഉള്ളം നീറുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മറിച്ച് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. മക്കളെ വളർത്താൻ നിങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, നിങ്ങളുടെ വിശപ്പ് മാറ്റിവെച്ച് അവർക്ക് നൽകിയ അന്നം, ഇതെല്ലാം നിങ്ങളുടെ നന്മയാണ്. അവർ അത് മറന്നു എന്നത് നിങ്ങളുടെ പരാജയമല്ല, അത് അവരുടെ തിരിച്ചറിവില്ലായ്മയാണ്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവരുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ ഓടി. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പൊടി തട്ടിയെടുക്കുക. പാട്ട് കേൾക്കാനോ യാത്ര ചെയ്യാനോ വായനയ്ക്കോ സമയം കണ്ടെത്തുക. ഒറ്റയ്ക്കാകുന്നത് തോൽവിയല്ല, അത് ശാപവുമല്ല. അത് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള അവസരമാണ്. സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തൂ. മറ്റുള്ളവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഇനിയും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അനുഭവ സമ്പത്ത് ഈ ലോകത്തിന് വലിയൊരു പാഠമാണ്. അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ് കൂടുതൽ വേദനിപ്പിക്കുക. അവരോട് ക്ഷമിക്കുക, ആ ഭാരം ഇറക്കി വയ്ക്കുക. പക്ഷേ അവഗണനയിൽ തളർന്നു പോകാതെ അന്തസ്സോടെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ പുഞ്ചിരിയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവരുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ ഓടി. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പൊടി തട്ടിയെടുക്കുക. പാട്ട് കേൾക്കാനോ യാത്ര ചെയ്യാനോ വായനയ്ക്കോ സമയം കണ്ടെത്തുക. ഒറ്റയ്ക്കാകുന്നത് തോൽവിയല്ല, അത് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള അവസരമാണ്. സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റുള്ളവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഇനിയും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അനുഭവ സമ്പത്ത് ഈ ലോകത്തിന് വലിയൊരു പാഠമാണ്. ക്ഷമിക്കുക, പക്ഷേ തളരരുത്. അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ് കൂടുതൽ വേദനിപ്പിക്കുക. അവരോട് ക്ഷമിക്കുക, ആ ഭാരം ഇറക്കി വയ്ക്കുക. പക്ഷേ ആ അവഗണനയിൽ തളർന്നു പോകാതെ അന്തസ്സോടെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ പുഞ്ചിരിയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഇത്രയും കാലം ഒരു മരത്തിന്റെ തണൽ പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകി. ഇപ്പോൾ ആ ചുമതലകളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. മക്കൾ ഉപേക്ഷിച്ചു എന്നത് സങ്കടകരമാണെങ്കിലും അതൊരു തരത്തിൽ നോക്കിയാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ വിടുതൽ കൂടിയാണ്. ഇനി നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, ആർക്കും വേണ്ടി ഓടേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. മനുഷ്യർ കൈവിട്ടാലും പ്രകൃതി നിങ്ങളെ കൈവിടില്ല. ഒരു ചെടി നടുന്നതിലോ പക്ഷികൾക്ക് തീറ്റ നൽകുന്നതിലോ പ്രാർത്ഥനയിലോ ആശ്വാസം കണ്ടെത്താം. മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനും വർത്തമാനം പറയാനും ഈ ലോകത്ത് ഇനിയും ഒത്തിരി മനുഷ്യരുണ്ട്. സ്നേഹം പറ്റാത്ത ഹൃദയങ്ങൾ ഇന്നും ചുറ്റിലുമുണ്ട് എന്ന് വിശ്വസിക്കുക. മക്കൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല നിങ്ങളുടെ മൂല്യം. നിങ്ങൾ എത്ര പേർക്ക് തണലായി, എത്ര പേരെ സ്നേഹിച്ചു എന്നതാണ് പ്രധാനം. ഒരു ശില്പി കൊത്തിയെടുത്ത ശില്പം ശില്പിയെ മറന്നേക്കാം, പക്ഷേ ആ ശില്പിയുടെ വൈദഗ്ധ്യം ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങൾ വളർത്തിയെടുത്ത ജീവനുകൾ നാളെ ഈ ലോകത്തിന് എന്ത് നൽകിയാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനം
നിങ്ങളുടെ സ്നേഹമാണ്. ശാരീരികമായ അവശതകൾ ഉണ്ടായേക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. സഹായം ചോദിക്കാൻ മടിക്കരുത്. ലോകം വിശാലമാണ്. നിങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധമായ ഇടങ്ങൾ, സമാന മനസ്കരായ മനുഷ്യർ എന്നിവരെ കണ്ടെത്താൻ ശ്രമിക്കുക. കഴിഞ്ഞുപോയ കാലത്തെ ഓർത്ത് കണ്ണീർ വാർക്കാതെ ബാക്കിയുള്ള ഓരോ നിമിഷവും നിങ്ങൾക്കായി ആഘോഷമാക്കുക. നിങ്ങളുടെ കണ്ണുനീർ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെയുള്ള ആ നടത്തമാണ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളായല്ല, മറിച്ച് ജീവിതത്തെ പൊരുതി ജയിച്ച വ്യക്തികളായി നിങ്ങൾ അറിയപ്പെടട്ടെ. വീടിനുള്ളിലെ ഈ നിശബ്ദത നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. ഇത്രയും കാലം ബഹളങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് നഷ്ടമായ ആത്മശാന്തി കണ്ടെത്താനുള്ള സമയമാണിത്. മനസ്സിനോട് സംസാരിക്കുക. ഇതുവരെ ചെയ്യാൻ കൊതിച്ചിട്ടും മാറ്റിവെച്ച കാര്യങ്ങൾ, അതൊരു ചെറിയ തുന്നൽ പണിയായാലും ഒരു ഡയറി എഴുതുന്നതായാലും, അതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വം വീണ്ടും കണ്ടെത്തുക. നിങ്ങൾ വെറുമൊരു അമ്മയോ അച്ഛനോ മാത്രമല്ല, അതിനുമപ്പുറം കഴിവുകളുള്ള ഒരു മനുഷ്യനാണെന്ന് ലോകത്തോട് പറയുക. രക്തബന്ധങ്ങൾ കൈവിട്ടാലും ആത്മബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്തും. സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായി സംസാരിക്കുക. നിങ്ങളുടെ വേദനകൾ പങ്കുവെക്കുമ്പോൾ അത് കുറയുകയും മറ്റൊരാളെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഊർജം ലഭിക്കുകയും ചെയ്യും. ഒറ്റപ്പെടൽ ഒരു മുറിക്കുള്ളിൽ തളച്ചിടാനുള്ളതല്ല, മറിച്ച് ലോകത്തെ പുതിയ കണ്ണുകളിലൂടെ നോക്കിക്കാണാനുള്ള അവസരമാണ്. ജീവിതം ഒരു ചക്രം പോലെയാണ്. ഇന്ന് നിങ്ങളെ അവഗണിച്ചവർ നാളെ തനിച്ചാകുമ്പോൾ നിങ്ങളുടെ വില തിരിച്ചറിയും. പക്ഷേ അത് കാണാൻ നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലുള്ള താക്കോലല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ പ്രഭാതത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടെ കിടക്കുക. സങ്കടങ്ങളെ ശക്തിയാക്കി മാറ്റുക. കണ്ണുനീർ വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ആ കണ്ണുനീരിൽ മുങ്ങിപ്പോകരുത്. ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കട്ടെ. എനിക്കാരുമില്ല എന്ന ചിന്തയ്ക്ക് പകരം എനിക്ക് ഞാനുണ്ട് എന്ന ബോധ്യം വളർത്തുക. ഭൂതകാലത്തിലെ മുറിവുകളെ തലോടിക്കൊണ്ടിരിക്കാതെ വർത്തമാനകാലത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളെ തള്ളിക്കളഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഒരു മാതൃകയാവുക. ഒറ്റപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും നിങ്ങളൊരു വെളിച്ചമാകണം. ഞാൻ തളർന്നുപോയില്ല, ഞാൻ ഇന്നും ജീവിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കുക. നിങ്ങളെപ്പോലെ വേദനിക്കുന്ന മറ്റൊരാൾക്ക് താങ്ങാകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. സ്നേഹം നൽകാൻ മക്കൾ തന്നെ വേണമെന്നില്ല. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നവരുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ഓടിയ ഓട്ടം മതിയാക്കുക. മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുക. വൈകുന്നേരത്തെ വെയിൽ കണ്ട് പക്ഷികളുടെ പാട്ട് കേട്ട് ഒരു കപ്പ് ചായ കുടിച്ച് ആസ്വദിക്കാൻ പഠിക്കുക. ആരുടെയും കുറ്റപ്പെടുത്തലുകളില്ലാത്ത, ആരുടെയും നിർബന്ധങ്ങളില്ലാത്ത ഈ സ്വാതന്ത്ര്യം ആസ്വദിക്കുക. ഈ ലോകത്ത് നിങ്ങൾ വന്നത് സന്തോഷിക്കാനാണ്, അത് ആർക്കും വിട്ടുകൊടുക്കരുത്. മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചാലും പ്രപഞ്ചം നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നും ശ്വസിക്കുന്നത്, നിങ്ങൾ ഇന്നും ഈ ഭൂമിയിലുള്ളത് ഒരു വലിയ നിയോഗത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞുപോയതിനെ ഓർത്ത് വിലപിക്കാതെ വരാനിരിക്കുന്ന ഓരോ നിമിഷത്തെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുക.
നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരാൾ വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് കരുതുന്നത് ഒരു മിഥ്യയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ ഉണർത്തുക. ഒരു കൊച്ചു ചെടി പൂവിടുന്നത് കാണുമ്പോഴോ ഒരു കുഞ്ഞിൻ്റെ ചിരി കേൾക്കുമ്പോഴോ ഒക്കെ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം വിസ്തൃതമായ ഒരു ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇന്നലകളോട് വിട പറയുക. കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഒരു ഭാരമായി പറയരുത്. അവയെല്ലാം അനുഭവങ്ങളുടെ പാഠപുസ്തകങ്ങളായി കാണുക. നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും തളർത്തുകയുള്ളൂ. പകരം എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും പുതുതായി തുടങ്ങുക. ആത്മഗൗരവത്തോടെയുള്ള ജീവിതം ആരുടെയും സഹതാപത്തിന് കാത്തു നിൽക്കരുത്. നിങ്ങൾ ഒരു കാലത്ത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ താങ്ങായിരുന്നു എന്ന് ഓർക്കുക. ആ കരുത്ത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. തലയുയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെ നടക്കുക. നിങ്ങളുടെ ആ നടത്തം കാണുമ്പോൾ തന്നെ നിങ്ങളെ അവഗണിച്ചവർക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ത് എന്ന് മനസ്സിലാകും. ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയത് കൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. ഒരു വജ്രം മണ്ണിൽ കിടന്നാലും അതിൻ്റെ തിളക്കം മാറില്ല. ഇത്രയും കാലം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉരുകിത്തീർന്ന മെഴുകുതിരിയായിരുന്നു നിങ്ങൾ. ഇപ്പോൾ ആ വെളിച്ചം നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ മറ്റൊരാളുടെ അനുവാദം കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾ വളർത്തിയവൾ നിങ്ങളെ സ്നേഹിച്ചില്ലായിരിക്കാം. പക്ഷേ ഈ ലോകത്ത് സ്നേഹം കൊതിക്കുന്ന ഒട്ടേറെ ജീവനുകളുണ്ട്. ഒരു തെരുവ് നായയ്ക്ക് നൽകുന്ന ഒരു കഷ്ണം ബിസ്ക്കറ്റിലോ അയൽപ്പക്കത്തെ കുട്ടിയോട് പറയുന്ന ഒരു കഥയിലോ ആ സ്നേഹം കണ്ടെത്താം. സ്നേഹം നൽകുന്നത് നിർത്തരുത്. അത് നൽകുന്തോറും നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും. വാർദ്ധക്യം എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ഇന്നും ചെറുപ്പമാകണം. ചെറിയ കാര്യങ്ങളിൽ കൗതുകം കണ്ടെത്തുക. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുമ്പോൾ ഇന്ന് എനിക്ക് ലഭിച്ച പുതിയൊരു അവസരമാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ ആത്മബലം കാണുമ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞവർക്ക് തോന്നും തങ്ങൾ കൈവിട്ടത് ഒരു വലിയ നിധിയാണെന്ന്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെയും ശപിക്കാനോ ആരോടും പരാതി പറയാനോ നിൽക്കരുത്. പകരം ഞാൻ എൻ്റെ കടമകൾ ഭംഗിയായി ചെയ്തു, ഇനി ബാക്കിയുള്ളത് പ്രകൃതി നോക്കിക്കൊള്ളും എന്ന വിശ്വാസത്തോടെ കണ്ണടയ്ക്കുക. ആ സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളൊരു തണൽ മരമാണ്. ഇലകൾ കൊഴിഞ്ഞു പോയേക്കാം, ചില്ലകൾ ഒടിഞ്ഞേക്കാം. എങ്കിലും വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ കരുത്തരാണ്. ആ കരുത്തോടെ, അഭിമാനത്തോടെ, സമാധാനത്തോടെ വരും കാലങ്ങളെ വരവേൽക്കുക. നിങ്ങൾ തനിച്ചല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.